ഇരിങ്ങാലക്കുട നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തു. വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമകാര്യം, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി UDF അംഗങ്ങൾ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന തിരഞ്ഞെടുപ്പിൽ മറ്റു മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ വരണാധികാരി VP യമുന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച UDF സ്ഥാനാർത്ഥികളെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി അഡ്വക്കേറ്റ് VC വർഗീസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി TA പോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവീൺസ് ഞാറ്റുവെട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മിനി ജോസ് ചാക്കോള, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി റോണി പോൾ മാവേലി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ടേം അടിസ്ഥാനത്തിലാണ് UDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരാകുന്നവർക്ക് ആദ്യ 2 വർഷവും തുടർന്നു വരുന്നവർക്ക് 3 വർഷവുമാണ് കാലാവധി. വികസന കാര്യത്തിൽ ബൈജു കുറ്റിക്കാടനും, ആരോഗ്യത്തിൽ MS ദാസനും, വിദ്യാഭ്യാസത്തിൽ ജോസഫ് ചാക്കോയും, ക്ഷേമകാര്യത്തിൽ സുരഭി വിനോദും, പൊതുമരാമത്തിൽ മഞ്ജു സജത്തും 2ാം ഘട്ടത്തിൽ അധ്യക്ഷന്മാരാകും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുത്തതിനു ശേഷം ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. 2026-27 വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വാർഡുകളിൽ നടപ്പാക്കേണ്ട പദ്ധതി പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കാൻ മുഴുവൻ കൗൺസിലർമാരോടും മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ നിർദ്ദേശിച്ചു. നമ്മുടെ ആദ്യത്തെ കൗൺസിൽ യോഗം 14-ാം തീയതി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന അജണ്ടകൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്ക് പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ പറ്റും. പഴയ കാലത്ത് DPCയുടെ തലേദിവസമൊക്കെയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തല്ലിപ്പഴിക്ക് കൊണ്ടു കൊടുത്ത് DPC അംഗീകാരം മേടിച്ച് പല പ്രവർത്തികളും പദ്ധതികളും നടപ്പാക്കാൻ ഡിലേ വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഞാൻ ഇന്ത്യൻ വിഭാഗത്തിൻ്റെ യോഗവും കോൺട്രാക്ടർമാരുടെ യോഗവും വിളിച്ചു നിലവിലെ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനെ കുറിച്ചിട്ടൊരു ഗൈഡ് ലൈനും അതിൻ്റെ റോഡ് മാപ്പിൻ്റെ സമയബന്ധിതമായിട്ട് തീർക്കേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ ഡിലേഡ് എഴുതേണ്ട കാര്യങ്ങളെ കുറിച്ചും ബാധ്യതയെ കുറിച്ചൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട്. വീണ്ടും വിളിച്ച് കയറ്റിയൊന്നും മണ്ണാടിയിലേക്ക് എല്ലാ റോഡൊന്നും കുറേയൊക്കെ കാരണം ഈ മണ്ണിലേക്ക് റോഡ് ചെല്ലുന്നുണ്ടാകും. അപ്പൊ അതിന്റെ അടിയിൽ നമ്മുടെ നമ്മൾ വാഹന സൗകര്യം പറയുന്നത് നമ്മുടെ വാഹന സൗകര്യം വാഹനം വിടുമ്പോൾ വണ്ടികൾക്ക് ബുദ്ധിമുട്ടില്ല. വണ്ടിയിൽ ചെയ്യാൻ പ്രയാസമായിരുന്ന ചേർമാനേരത്തിൽ സ്പോൺസറിങ് എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വാഹനങ്ങളുടെ അടിയിലേക്ക് മാറ്റി ഈ മണ്ണ് മാറ്റി ചെയ്യാനുള്ള സംവിധാനം ഇതിലുണ്ടാവണം. ഇതിന്റെ കൂടെ തന്നെ സൗകര്യവൽക്കരണം കൂടി നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ റോഡ് പുറമ്പോക്കുകളും ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം കൂടി നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ തരണം. അതുപോലെ തന്നെ അവിടെ റോഡ് വർക്കുകളോ അല്ലെങ്കിൽ പുതിയതായി എല്ലാ കാര്യങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാർത്തകൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ലിസ്റ്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾ 5 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്തോ? ഈ വർഷം തന്നെ നടപ്പാക്കേണ്ടത് 5 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്താൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്ത് ഈ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടും പോരാതെ വരുന്ന ഫണ്ട് എങ്ങനെ കണ്ടെത്തുന്നത് തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അതിൽ ഡിഫൈൻ ചെയ്ത് നമുക്ക് മുന്നോട്ട്